First question, discuss the regional variation of kinship system in India. 10 mark, 150 words. So 10 minutes എടുത്ത് എഴുതാം കേട്ടോ. നീരജ ഒരു പേപ്പർ എടുത്തിട്ട് ആൻസർ എഴുതാം കേട്ടോ. ഇതാണ് ഡിസ്കസ് ദ റീജിയണൽ വേരിയേഷൻ ഓഫ് കിൻഷിപ്പ് സിസ്റ്റം ഇൻ ഇന്ത്യ. 10 മാർക്ക് ക്വസ്റ്റ്യൻ കേട്ടോ. ഏതാ എഴുതണ്ടെന്ന് മനസ്സിലായോ? എന്തായിരുന്നു പേര്? ഇരാവതി കാത്ത്.
എഴുതി കഴിഞ്ഞാൽ പറയണേ. ഓൺലൈൻ അത് എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞാ? ഇനി സമയം വേണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. ഓൺലൈൻ ആരെങ്കിലും കഴിഞ്ഞോ? കഴിഞ്ഞോ? എൻഡോഗമി എന്ന് പറഞ്ഞ ഉള്ളിൽ, എൻഡോ ഉള്ളിൽ, എക്സോ പുറത്ത്, എക്സോ എക്സിറ്റ്. ഓക്കെ, നോക്കിയാലോ? ഓൺലൈൻ കേൾക്കാമല്ലോ അല്ലേ? എഴുതി കഴിഞ്ഞ ആരെങ്കിലും എഴുതി കഴിഞ്ഞ ഓൺലൈനിലോ? ആരും എഴുതി കഴിഞ്ഞില്ല? ഓക്കെ, ഈ ക്വസ്റ്റ്യനില് എന്തിനെ പറ്റിയാന്നുള്ള ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഡിസ്കസ് ദി റീജിയണൽ വേരിയേഷൻ. ഓക്കെ, ഡിസ്കസ് ദി റീജിയണൽ വേരിയേഷൻസ് ഓഫ് കിൻഷിപ്പ് സിസ്റ്റം ഇൻ ഇന്ത്യ അല്ലെ? അപ്പൊ കിൻഷിപ്പ് സിസ്റ്റത്തെ പറ്റിയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കിൻഷിപ്പ് സിസ്റ്റത്തെ പറ്റിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ ഇന്നലെ പഠിച്ച ടോപ്പിക് എന്നുള്ള ചോദ്യം തന്നെയാണ്. ആരെ പറ്റിയാണ് ചോദിക്കുന്നത്? ഇരാവതി കാർവേന്റെ ഡിസ്കസ് ആണ്. അങ്ങനെ സ്പെസിഫിക്കലി ഇരാവതി കാർവേ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ എന്താണ് ഡിഫറെന്റ് ആസ്പെക്റ്റിലുള്ള ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗം ഏതാണ്? ഇരാവതി കാർവേന്റെ ഡിഫറെന്റ് സെക്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ത് എഴുതാൻ പറ്റും? വേണമെങ്കിൽ എന്ത് ചെയ്യാം, എന്താണ് കിൻഷിപ്പ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ജനറൽ ആയിട്ട് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ കിൻഷിപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇരാവതി കാർവേനെ പറ്റി ഇവിടെ എഴുതണമെന്നില്ല, കാരണം ഇരാവതി കാർവേന്റെ ഇപ്പൊ ഇൻട്രൊഡക്ഷൻ തന്നെ ഡയറക്റ്റ് അതിനെ പറ്റി എല്ലാം എന്ത് ചെയ്തിട്ടുള്ള ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആസ് ഇന്ത്യ ഈസ് എ മൾട്ടി എത്നിക് ആണ് അല്ലെ? മൾട്ടി എത്നിക്, മൾട്ടി റിലീജിയസ്
multi-religious society. It also has എന്താണ് has its diversity in kinship pattern. ഇനി അതല്ലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് ആദ്യം തന്നെ എന്താണ് കിൻഷിപ്പ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ട് ഇന്ത്യന്റെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കിൻഷിപ്പ് പാറ്റേൺ ആണ് ഇന്ത്യ. ദർ ഇസ് നോ യൂണിഫോമിറ്റി ബട്ട് വേരിയസ് കിൻഷിപ്പ് പാറ്റേൺ എന്ന് തന്നെ പറയും. എന്നിട്ട് നമുക്ക് എന്ത് എഴുതാം? സോ കിൻഷിപ്പ് പാറ്റേണിൽ വേരിയേഷൻ ആസ് പെർ ഇരാവതി കാർവേ കിൻഷിപ്പ് പാറ്റേൺ ഇന്ത്യ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യ can be divided on 4 zones based on language. അല്ലേ? ഇനി ഇതിനകത്ത് നമുക്ക് അറിയാം ഡിഫറെന്റ് സോൺസിനെ പറ്റി. ഫസ്റ്റ് സോൺ ഏതാണ്? നമ്മൾ പറഞ്ഞു നോർത്തേൺ സോൺ. സോ നോർത്തേൺ സോണിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തായിരിക്കും നോർത്തേൺ സോണിൽ? ഇൻ നോർത്തേൺ സോൺ ദ ലാംഗ്വേജ് എന്തായിരുന്നു അവർ ഫോളോ ചെയ്യുന്നത്? They follow is Sanskrit origin, അല്ലേ? Sanskrit origin. And the state ഏതൊക്കെയാ? States such as UP, ബീഹാർ, പഞ്ചാബ്, ഹരിയാന, സോൺ, ജമ്മു ആൻഡ് കാശ്മീർ എന്നുള്ളത് എഴുതാം. രണ്ടെന്താണ്? ഇൻ ദിസ് സ്റ്റേറ്റ് ദേ വിൽ ബി ഫോളോയിങ് patrilocal kinship pattern അല്ലേ? പിന്നെയോ വിത്ത് റെസ്പെക്ട് മാരേജ് എന്താണ്? They strictly follow എന്താണ്? കാസ്റ്റ് എൻഡോഗമി. However, with respect to rules of marriage, പ്ലാൻ എന്താണ്? എക്സോഗമിയാണ്. പിന്നെന്ത് എഴുതാൻ പറ്റും? എക്സോഗമി എന്നുള്ളത് വേണമെങ്കിൽ പറയാം. എന്താണ്? ഞാൻ കുറച്ചല്ലേ ഉള്ളൂ. ഇതിപ്പം എത്ര എത്തിയിട്ടുള്ളൂ അറിയോ? അര പേജ് കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ എഴുത്ത് വരുമ്പോഴേക്കും. ഇത് ബോർഡിൽ എഴുതിയോണ്ട് നിങ്ങൾക്ക് വലുതായി തോന്നുന്നു. എനിക്ക് അര പേജ് എത്തിയിട്ടേ ഉള്ളൂ. അര പേജ്. പിന്നെ എന്ത് എഴുതാൻ പറ്റും? കിൻഷിപ്പ് ടേംസ് എന്താണ്? ടേംസ് ആർ ഇൻ ഡിസ്ക്രിപ്റ്റീവ് ആണ്. ദാറ്റ് മീൻസ് എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? ദർ ഇസ് എ സെപ്പറേറ്റ് അല്ലേ കിൻഷിപ്പ് ടേം ഫോർ consanguineous affinal relationship. Very important feature എന്താണ്? They are following village exogamy. Fourth point.
വില്ലേജ് എക്സോഗമി. ഓക്കെ, പിന്നെ ബാക്ക് അടിക്കുന്ന വില്ലേജ് എക്സോഗമി. അത് കഴിഞ്ഞിട്ടോ ഇനി വേണം നമുക്ക് ആസ് പെർ ലൂയിസ് ഡുമോണ്ടിനെ പഠിച്ച ഓർമ്മയുണ്ടോ? ഈ നോർത്ത് ഇന്ത്യ ആരാണ് വൈഫ് ടേക്കേഴ്സ് ആർ പവർഫുൾ കമ്പയർ ടു വൈഫ് ഗിവേഴ്സ്. ഇത്ര എഴുതി നിങ്ങൾ. ഇനി രണ്ടാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ എന്താണ് നമുക്ക് സദേൺ സോൺ എഴുതാം അല്ലെ? സദേൺ സോണിൽ എന്തൊക്കെ എഴുതാം? ഇതേ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് എഴുതി കൂടെ? അപ്പൊ സദേൺ സോൺ എഴുതി. സദേൺ സോണിൽ നിങ്ങൾ എന്തൊക്കെ എഴുതും? അവിടെ എന്തുണ്ട്? പാട്രിയാർക്കലുണ്ട്, മാട്രിയാർക്കലുണ്ട്, മാട്രിലീനിയലുണ്ട്, പാട്രിലീനിയലുണ്ട്. പിന്നെ വില്ലേജ് എൻഡോഗമി ഉണ്ട്. വില്ലേജ് എൻഡോഗമിയാണ്. പിന്നെ കിൻഷിപ്പ് ടൈം ക്ലാസിഫൈഡ് ആണെന്നുള്ളത് എഴുതാൻ പറ്റും. ദ്രവിഡിയൻ ലാംഗ്വേജസിന്റെ ബേസ് ചെയ്താണ് എഴുതാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഫ്രണ്ട് പേജിൽ ചെറിയ ഒരു സൈഡിൽ കോളത്തിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ പേപ്പറാണ് ഇത്, പേപ്പറിന്റെ സൈഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മാപ്പ് വരച്ചൂടെ? ഈ ഒരു സ്പേസ് ഇങ്ങനെ ചെറിയൊരു കോളം വരയ്ക്കാം. എന്നിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു മാപ്പ് വരച്ചൂടെ? ചെറിയൊരു സിമ്പിൾ എന്ത് ചെയ്യാൻ നോക്കാം. ചെറിയൊരു മാപ്പ് വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? ഇവിടെ ജസ്റ്റ് കീവേഡ് മാത്രം കൊടുത്തൂടെ? പാട്രി ലോക്കൽ ആൻഡ് മാട്രി ലീനിയർ ആൻഡ് മാട്രി ലോക്കൽ അല്ലേ? മാട്രി ലോക്കൽ. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? പാട്രി ലീനിയർ ആൻഡ് പാട്രി ലോക്കൽ എന്നുള്ള രീതിയിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ ഒരു വാല്യൂ അഡീഷൻ പോലെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ തോന്നുന്നു? നോർത്ത് ഈസ്റ്റേൺ റീജിയനില് മാട്രി ലീനിയർ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ട്രൈബ് എൻഡോഗമി. എല്ലാ ഫീച്ചേഴ്സും എഴുതണ്ട, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ട്രൈബൽ എൻഡോഗമി ഉണ്ട് ഇവിടെ. ദെൻ യു ക്യാൻ ഓൾസോ മെൻഷൻ അബൌട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? വില്ലേജ്, ഇവിടെ എൻഡോഗമി ആൻഡ് വില്ലേജ് എക്സോഗമി. ഫിഗർ ഇങ്ങനെ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? ഫിഗർ 1 എന്ത് ചെയ്യണം? കിൻഷിപ്പ് പാറ്റേൺ ഇൻ ഇന്ത്യ. ഓക്കെ, ഇപ്പൊ എക്സാമിനോട് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെന്നുള്ളത് മനസ്സിലാവും. പക്ഷെ നിങ്ങൾ ആൻസേഴ്സ് എന്താണ്? സോഷ്യോളജിയിലേക്ക് ആൻസർ എഴുതുന്ന സമയത്ത് വെറും എന്ത് ചെയ്യാതിരിക്കുക, സിംഗിൾ GS ആൻസർ ചെയ്യുന്ന പോലെ സിംഗിൾ കീവേഡിലേക്ക് മാത്രം എഴുതാതിരിക്കുക. കുറച്ചുകൂടി എന്ത് ചെയ്യുക, എക്സ്പ്ലനേറ്ററി ആൻസേഴ്സ് ആണ് സോഷ്യോളജിക്ക് നല്ലത് കേട്ടോ. ഒരു സോഷ്യോളജിന്റെ സ്റ്റഡീസിന്റെ ഒരു രീതി എങ്ങനെയാണ്? ഒരു എക്സ്പ്ലനേറ്ററി രീതിയിലാണ്. അപ്പൊ കുറച്ചുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടി എഴുതി രീതിയിൽ തന്നെ ഫലിപ്പിക്കാൻ നോക്കുക. ചില ആൻസേഴ്സ് നമുക്ക് പോയിന്റ് ആയിട്ട് എഴുതാൻ പറ്റും. അങ്ങനത്തെ പോയിന്റ്സുകൾ മാത്രം എന്ത് ചെയ്യുക? പോയിന്റ് ആയിട്ട് എഴുതാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർത്തേൺ സോണും നോർത്ത് ഈസ്റ്റ് സെൻട്രൽ സോണും എന്തെഴുതി? സദേൺ സോൺ കഴിഞ്ഞിട്ട് സെൻട്രൽ സോണ്, ദെൻ ഈസ്റ്റേൺ സോൺ നമ്മൾ എഴുതി. എന്നിട്ട് നമുക്ക് എഴുതുന്ന സമയത്തേക്ക് നമ്മൾ കൺക്ലൂഷനിലേക്ക് എന്ത് എഴുതാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റുക? ബട്ട് ഹൗവർ ഇതിപ്പോ പഴയതല്ലേ? ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇൻ പ്രസന്റ് സൊസൈറ്റി എന്താ സിദ്ധം? സൊസൈറ്റി കിൻഷിപ്പ് പാറ്റേൺ എന്തായിട്ട് മാറിയിട്ടുണ്ട്? പാറ്റേൺ ചേഞ്ച്ഡ് വിത്ത് മോഡേൺ ടൈംസ് അല്ലേ? എങ്ങനെ മാറി? ബൈ എമർജിങ് ന്യൂ പാറ്റേൺസ് ഓഫ് കിൻഷിപ്പ്. എന്തൊക്കെയായിരിക്കും? നിയോ ലോക്കൽ, പാട്രിലീനിയർ അല്ല, നിയോ ലോക്കൽ. അതുപോലെ തന്നെ ഈഗാലിറ്റേറിയൻ, ഫാമിലി സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ട്? എമർജ് ചെയ്തു. എന്നിട്ട് പ്രസന്റ് ടൈമുമായിട്ട് എന്ത് ചെയ്യാൻ നോക്കുക? ലിങ്ക് ചെയ്തിട്ട് ആൻസർ. അപ്പൊ കൺക്ലൂഷൻ എന്ത് ചെയ്യാം? ആ രീതിയിലേക്ക് എഴുതാം കേട്ടോ. ഒരു ഐഡിയ കിട്ടിയോ? ഒരു ആൻസർ എഴുതുന്നത് എങ്ങനെയാന്ന് കിട്ടിയോ? ഓക്കെ.
നിങ്ങൾ എഴുതിയ ആൻസർ കംപ്ലീറ്റ് ആയിരുന്നോ? കംപ്ലീറ്റ് ആക്കണം കേട്ടോ. ഇങ്ങനെ ഈ പോയിന്റ്സ് ഒക്കെ എഴുതിയായിരുന്നോ? സ്ട്രക്ചർ ആയില്ല അല്ലെ, ഫ്ലോ വന്നില്ല അല്ലെ. ഒരു ഫ്ലോ വരുത്താൻ നോക്കണം. ഫ്ലോ വരുമ്പോഴാണ് ആൻസർ. കീവേഡ് മാത്രമായിട്ട് ജസ്റ്റ് അങ്ങനെ എഴുതരുത്. സോഷ്യോളജിന്റെ ആൻസർ കുറച്ചുകൂടി എന്ത് ചെയ്യണം, കീവേഡ് വെച്ചിട്ട് ഒരു ആൻസർ ബുക്ക്ലെറ്റ് മേടിച്ചേ. അങ്ങനെ ഒരു 60 രൂപ 50 രൂപ എന്തോ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല, ഒരു ബുക്ക്ലെറ്റ് കിട്ടില്ലേ? അത് സോഷ്യോളജിക്കായിട്ട് മേടിച്ചോ. അപ്പൊ അതിനകത്ത് എന്ത് ചെയ്യാം, നമുക്ക് ആൻസർ പ്രാക്ടീസസ് ചെയ്യാം കേട്ടോ. വേറൊരു ക്വസ്റ്റ്യൻ തരാം. ഞാൻ തന്നെ ആൻസർ എഴുതുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനെക്കാട്ടും ഒരു ഐഡിയ എന്ത് ചെയ്യും നിങ്ങൾക്ക് കിട്ടില്ലേ, ഇങ്ങനെ എഴുതണമെന്ന്. ഡിസ്കസ് വേരിയസ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി. 10 മാർക്കിനാണ് ഇതോ. അപ്പം കുറെ എഴുതാനുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, കുറച്ച് വളരെ ചുരുക്കമായിട്ട് എഴുതാൻ വേണ്ടി കേട്ടോ. ഡിസ്കസ് വേരിയസ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് ഫാമിലി, 10 മാർക്ക്, 150 വേർഡ്സ്. 10 മിനിറ്റ്. ഡിസ്കസ് വേരിയസ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് ഫാമിലി ഏതൊക്കെയാന്ന് ഓർമ്മയുണ്ടോ? ആദ്യം ആരാ നമ്മൾ പഠിച്ചേ? ജെ പി മോഡ്രോക്ക്, പിന്നെ പിന്നെ പാർസണിന്റെ. ആ, എല്ലാരും എഴുതണമെന്നില്ല, കാരണം 10 മാർക്കാണ്. എന്ത് ചെയ്യുന്നത്, എല്ലാരെയും പേരൊന്നും എഴുതാനുള്ള സ്ഥലം ഇതിനകത്തില്ല. ജസ്റ്റ് നമുക്ക് തൊട്ടു പോകാനുള്ള സ്പേസ് ഇതിനകത്തുള്ളൂ. എബിലിനെ ഇന്ന് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ആണ് കേട്ടോ. അപ്പം ഒരു പേപ്പർ എടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതണേ. ഡിസ്കസ് വേരിയസ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് ഫാമിലി കേട്ടോ. ഓക്കെ സർ.
നോക്കിയിരുന്ന മനസ്സിലായിരിക്കാം. നോക്കിയിരുന്നുണ്ടോ? നോക്കിയിരുന്നോണ്ട് നമ്മൾ ഇമ്പ്രൂവ് ആവില്ല. കുഴപ്പമില്ല. ആദ്യം തെറ്റുമ്പോൾ പിന്നെ ശരിയായിക്കോളും. മറ്റേത് നമ്മൾ നല്ല ആൻസർ റൈറ്റിംഗ് ഒരിക്കലും പഠിക്കില്ല. അറ്റ്ലീസ്റ്റ് എന്താ അറിയാം, ഫങ്ഷനിസ്റ്റ്, മാക്സിസ്റ്റ്, ഫെമിനിസ്റ്റ് അങ്ങനെയെങ്കിലൊക്കെ അറിയാലോ. അറ്റ്ലീസ്റ്റ് അത് വെച്ച് എഴുതി കഴിയുമ്പോൾ പിന്നീട് വായിക്കുമ്പോൾ അത് പെട്ടെന്ന് പേര് ഓർമ്മ, പിന്നെ മറന്നുപോകില്ല. നമുക്ക് സ്ട്രഗിൾ വന്നല്ലോ ഓർമ്മയില്ലാത്തത്. ഇത് ബ്രെയിനിന് ഒരിക്കലും സ്ട്രഗിൾ വരുന്നില്ല. ഓൺലൈൻ ആരെങ്കിലും എഴുതി കഴിഞ്ഞെങ്കിൽ പറയണേ. 7 മിനിറ്റ് 8 മിനിറ്റ് സോഷ്യൽ ആയതുകൊണ്ട് ഒരു 9 മിനിറ്റ് ആണ് നമുക്ക് മാക്സിമം കിട്ടുക 10 മാർക്കിന്റെ എഴുതാൻ കേട്ടോ. 8 മിനിറ്റ് 9 മിനിറ്റിൽ എഴുതണം 10 മാർക്കിന്റെ. അപ്പൊ നമ്മൾ 10 മിനിറ്റിന്റെ മുകളിൽ എടുക്കുന്നുണ്ട്. കഴിഞ്ഞോ? ഇംഗ്ലീഷ് എന്ത് എഴുതാൻ പറ്റും? ഇവിടെ എല്ലാ പെർസ്പെക്റ്റീവും പറയുന്നില്ലേ? അപ്പൊ എല്ലാ പെർസ്പെക്റ്റീവും നമുക്ക് എന്താ തരുന്നത്? ഇപ്പം പല വ്യൂ പോയിന്റില് സൊസൈറ്റിയെ ഫാമിലിയെ കാണാൻ പറ്റുകയല്ല ചെയ്യുന്നത് ഇപ്പം. അപ്പൊ പിന്നെ അങ്ങനെ ആ രീതിയിൽ ലിങ്ക് ചെയ്താൽ മതി. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഒന്നിനെ ഇപ്പം പൊക്കി പറയാൻ പറ്റില്ല, താത്തി പറയാൻ പറ്റില്ല, ആവശ്യമില്ല. പല പാർട്ടിൽ എങ്ങനെയാണ് അത് വരുന്നതെന്നുള്ള രീതിയിൽ പറയാം. കഴിഞ്ഞോ? ഓൺലൈൻ ഇത് 10 മിനിറ്റ് തീർന്നു അല്ലേ? ഓൺലൈൻ ആരെങ്കിലും കഴിഞ്ഞോ? ഓൺലൈൻ ഫിദ, എവിലിൻ സാർ കഴിഞ്ഞു. കഴിഞ്ഞോ? സാർ ഓക്കെ. സോ ഇവിടെ എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ബേസിക്കലി വേരിയസ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് അല്ലെ? വേരിയസ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ഇങ്ങനെ വിളിച്ച ഒരു കൈ വരും. വേരിയസ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് ഫാമിലി അല്ലേ? മാഞ്ഞുതാ. ഓക്കെ. ഫാമിലിന്റെ വേരിയസ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് എന്താന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പൊ ഇവിടെ നമ്മൾ ഏതൊക്കെ തിയറി എഴുതണം? എല്ലാ തിയറി എഴുതണ്ടേ? പക്ഷെ എല്ലാ തിയറിയും 10 മാർക്കിൽ എഴുതാനുള്ള സ്പേസ് നമുക്ക് ഇല്ലതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വളരെ ചെറിയ രീതിയിൽ എഴുതണം. അപ്പൊ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ ഇവിടെ എന്ത് എഴുതാൻ പറ്റും? ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ വാട്ട് ഈസ് ഫാമിലി ഡെഫിനിഷൻ എഴുതാം. ആര് ഡെഫിനിഷൻ ആയിരിക്കും എഴുതാൻ പറ്റുക? ആരെങ്കിലും എഴുതാം. ജെ പി മുഡ്രോക്കിന്റെ ഇൻട്രസ്റ്റ് എന്താ? ജെ പി മുഡ്രോക്കിന്റെ ഇൻട്രോ ആന്റണി എന്താ?
It's a social group characterized by various economic needs and common residence and reproduction and which is also include both the sexes and they all continue socially approved sexual relationship alle socially approved sexual relationship. Okay, ഇനി എന്ത് എഴുതാം? ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ഓഫ് ഫാമിലി എഴുതാൻ പറ്റും അല്ലെ? ഫസ്റ്റ് പെർസ്പെക്റ്റീവ് നമുക്ക് എന്താ എഴുതാൻ പറ്റുക? ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്. അപ്പൊ ഹെഡിങ് കൊടുക്കുക ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് കേട്ടോ. അത്രയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ? സോ ആദ്യം എന്താണ് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ജസ്റ്റ് ഒന്ന് പറയാം. എന്താണ് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്? ആസ് പെർ ഫങ്ഷണലിസ്റ്റ് എന്താണ്? ഫാമിലി എന്ന് പറയുന്നത് ഫാമിലി ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ടു അല്ലേ? ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ as important role for the stabilization of society, right? Society. So as per Parson and നമുക്ക് പറയാം family has play essential function of in modern society as per according to Parson. എന്താ പറഞ്ഞേ? ഇൻ മോഡേൺ സൊസൈറ്റി വേണമെങ്കിൽ നമുക്ക് എന്ത് ജസ്റ്റ് പറഞ്ഞത് ഇൻ മോഡേൺ സൊസൈറ്റി ഫാമിലി പ്ലേസ് ആൻ എസെൻഷ്യൽ ഫങ്ഷൻ ഓഫ് എന്തൊക്കെയാ? ഓഫ് പ്രൈമറി സോഷ്യലൈസേഷൻ. ആ വേർഡ് ഇമ്പോർട്ടന്റ് ആട്ടോ, അണ്ടർലൈൻ ചെയ്യണം. പ്രൈമറി സോഷ്യലൈസേഷൻ. സെക്ഷൽ ഫംഗ്ഷൻ അല്ല, എസെൻഷ്യൽ. ന്യൂക്ലിയർ ഫാമിലി എന്താ ചെയ്യുന്നത്? അത് വേറെ ഉണ്ട്. ഏറ്റവും അടിസ്ഥാനമായിട്ട് എന്താ ചെയ്യുന്നത് ന്യൂക്ലിയർ ഫാമിലിയിട്ട്? പ്രൈമറി സോഷ്യലൈസേഷനും അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷനും ആൻഡ് അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ. പിന്നെയോ സ്റ്റെബിലൈസേഷൻ. പിന്നെ നമ്മൾ ആരെയാ പഠിച്ച ഫംഗ്ഷനിസ്റ്റില്? ജെ.പി. മുഡ്രോക്ക് പറഞ്ഞ എന്താണ്? മുഡ്രോക്ക് പറഞ്ഞത് ഫാമിലി, she found that family is a universal institution ആണെന്ന് പറഞ്ഞു. ഇത്രയും മതി. അടുത്ത ഇനി ഏതാ നമ്മൾ എഴുതാ? മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് അല്ലേ? മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ആരെഴുതും? ഇപ്പൊ നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്. ബോക്സിൽ കൊടുക്കുക. ഫസ്റ്റ് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് ഫെഡറിക് ഏംഗൽസിനെക്കാട്ട് ആദ്യം നമ്മൾ എന്ത് എഴുതണം? അതെന്താന്ന് എഴുതണം. അപ്പൊ എന്താണ് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് നമ്മൾ എഴുതാൻ പോകുന്നത്? Unlike functionalist, Marxists believe that എന്താണ്? Believes that family is an institution of exploitation and continuation of patriarchal mindset. Continuation of patriarchy. According to Friedrich Engels, family, modern society in nuclear monogamous family എന്ന് പറയുന്നത് എന്താണ്? മോണോഗമസ് ഫാമിലി ഇൻ മോഡേൺ സൊസൈറ്റി എന്താണ്? ഇല്ലേ, എന്തിനു വേണ്ടിയിട്ടാ? അതെന്താ ചെയ്യുന്നത്? ഇൻ മോഡേൺ സൊസൈറ്റിയിൽ മോണോഗമസ് ഫാമിലി ദ ഫംഗ്ഷൻ ഓഫ് കൺസോളിഡേഷൻ ഓഫ് ക്യാപിറ്റൽ അല്ലെ? അവരെ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡേൺ ഫാമിലി? കൺസോളിഡേഷൻ ഓഫ്
capital or property with themselves അല്ലേ, with the family itself through inheritance. Okay. Through inheritance. സോ ഫാമിലി എന്താണ്? ഇൻഹെറിറ്റൻസോട് കൂടിയിട്ട് അവരെ ക്ലാസ് സ്ട്രഗിൾ എന്ത് ചെയ്യുന്നു, ക്ലാസ് പൊസിഷൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഫാമിലി എന്നാണ് ആര് പറയുന്നത്, മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് പറയുന്നത്. ഇനി അതിൽ എഴുതാൻ പറ്റുമോ? ഫെമിനിസ്റ്റിലെ പെർസ്പെക്റ്റീവിൽ എന്താ പറയാ നമുക്ക്? ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്താണ് ആന ഓക്ലെ പറഞ്ഞത്? ആസ് പെർ ഫെമിനിസ്റ്റ് എന്താണ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്? ജെൻഡറിന്റെ അടിസ്ഥാനത്തിലാണ് ജോബ് ഒക്കെ അലോക്കേറ്റ്. ഫാമിലി ഈസ് ജെൻഡേർഡ് അല്ലേ, ജെൻഡേർഡ് ആൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ട്രീറ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇറ്റ്സ് അലോക്കേറ്റ് ജോബ്സ് ബേസ്ഡ്, അങ്ങനെ റോൾ അലോക്കേഷൻ പറയാം അല്ലേ. ഇറ്റ് allocate jobs based on gender. As per Anna Oakley എന്താ പറയുന്നത്? വുമൻസ് വർക്ക് ഡ്യൂട്ടി ആയിട്ടും ഫാമിലി കൺസിഡർ women work as a duty and men's work എന്താണ്, work as necessity. So under family എന്ത് ചെയ്യുന്നത്, family is exploiting women അല്ലേ, exploiting women to maintain the position of patriarchy. ഇനി ഏതെങ്കിലും പെർസ്പെക്റ്റീവ് എഴുതാനുണ്ടോ? 3 പെർസ്പെക്റ്റീവ് നിങ്ങൾ എഴുതി, ഓരോന്നിനും ഓരോ തിങ്കേഴ്സിനെ എഴുതി, നല്ല ആൻസർ ആണ്. ഇനി ഇത് ഏതെങ്കിലും പെർസ്പെക്റ്റീവ് എഴുതാനുണ്ടോ? നമ്മളതല്ലാതെ സോഷ്യോളജിക്കൽ തന്നെ പെർസ്പെക്റ്റീവ് നിങ്ങൾ ഏതെങ്കിലും പെർസ്പെക്റ്റീവ് പഠിച്ച ഓർമ്മയുണ്ടോ? ഏതാ ഇന്ത്യൻ തിങ്കേഴ്സിൽ ഏതാ എഴുതാനുള്ളത്? അത് ഫാമിലി മോശമാണോ ചീത്തയാണോ എന്നല്ലല്ലോ അത് പറയുന്നത്, ജോയിന്റ് ആണോ ന്യൂക്ലിയർ ആണോ എന്നുള്ള ഡിസ്കഷൻ അല്ല അത് നടത്തിയിട്ടില്ല, അത് പറയേണ്ട കാര്യമില്ലല്ലോ ഇവിടെ. പിന്നെ അതായിരിക്കും അത് വേറൊരു സാധനം പഠിച്ച ഓർമ്മയുണ്ടോ? പോസ്റ്റ് മോഡേൺ പെർസ്പെക്റ്റീവ് പഠിച്ച ഓർമ്മയുണ്ടോ? നമ്മൾ പറഞ്ഞു ഫാമിലി ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഡിഫറെന്റ് മീനിങ് ആണ് എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? അതുകൊണ്ട് നമ്മൾ കുറെ ടൈപ്പ് ഓഫ് ഫാമിലി, ന്യൂക്ലിയർ മാത്രമല്ല. പോസ്റ്റ് മോഡേൺ എന്താ പറയുക, എപ്പോഴും പറയാ എല്ലാം ഒറ്റ ചില്ലിനുള്ളിൽ പറയാൻ പറ്റില്ല. സോ പോസ്റ്റ് മോഡേണിസ്റ്റ് പെർസ്പെക്റ്റീവ്. ഫാമിലി ഈസ് ഡിഫറെന്റ് ഫോർ ദം എന്താണ്, ആസ് പെർ ദം ഫാമിലി ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ undergoes changes continuously. So for each person, family എന്ന് പറയുന്നത് എന്തായിരിക്കും? The meaning of family എന്ന് പറയുന്നത് family is different എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു, 4 പെർസ്പെക്റ്റീവ് ഇപ്പൊ എഴുതി. ഇതിന്റെ കൺക്ലൂഷൻ ആയിട്ട് ഇനി എന്ത് എഴുതാൻ പറ്റും? എന്തായിരിക്കും ഇതിന്റെ കൺക്ലൂഷൻ? ഇതിന് ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് സപ്പോർട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? ഇല്ല, എല്ലാം ഈക്വലി വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ്. അപ്പൊ നമ്മൾ എങ്ങനെ ഒരു കൺക്ലൂഷൻ എഴുതും? സോ ഫാമിലി എന്ത് ചെയ്യാൻ പറ്റും? ആസ് പെർ ദിസ് പെർസ്പെക്റ്റീവ് ഫാമിലി ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫാമിലി ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് ഫങ്ഷൻസ് ഉണ്ടല്ലോ, കോൺഫ്ലിക്റ്റ് ഉണ്ട്, പവർ ഡൈനാമിക്സ് ഉണ്ട്, ആൻഡ് it's also part of
class position. So all this perspective help us to perspectives helps us to understand family in a better manner. നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? ഇപ്പൊ എന്താണ് എല്ലാ പെർസ്പെക്റ്റീവും ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ പെർസ്പെക്റ്റീവിലും എന്തുണ്ട്? ഫാമിലി ഹാസ് കോൺഫ്ലിക്ട്, കൺട്രി ഹാസ് ഫങ്ഷൻ, ഫാമിലി ഹാവ് എന്താണ് പവർ ഡൈനാമിക്സ്, ഫാമിലി ഓൾസോ ഹാവ് ക്ലാസ് ആണ്, ഇൻഇക്വാലിറ്റീസ് ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇവോൾവിംഗ് ഫോം. സോ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ദേ വിൽ എൻറിച്ച് അവർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഫാമിലി ഇൻ സോഷ്യോളജി. ഓൾ ദിസ് പെർസ്പെക്റ്റീവ് എൻറിച്ച് അവർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഫാമിലി ഇൻ സോഷ്യോളജി അല്ലേ? സോ ക്ലാസ് പൊസിഷൻ ഓർ ക്ലാസ് സ്ട്രഗിൾ ആരാ പറയുന്നത്? മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവില് ക്ലാസ് സ്ട്രഗിൾ. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ കൺക്ലൂഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി എഴുതണോ? അല്ലേ? അപ്പം ഇനി എന്ത് ചെയ്യാം? നിങ്ങളെ ഒരു 2 ക്വസ്റ്റ്യൻ തരാം. ഞങ്ങൾ വീട്ടിൽ നിന്ന് എഴുതിയിട്ട് പോവാം. ഇത് നോക്കാതെ എഴുതണം കേട്ടോ. മീൻസ് വേണേ ഒന്ന് റിവിഷൻ ചെയ്തിരിക്കും, പക്ഷെ എഴുതുന്ന സമയത്ത് പിന്നെ നോക്കണ്ട. Distinguish between family and household as a sociological concept. Distinguish between family and household as a sociological concept. Distinguish between family and household as a sociological concept. വേറൊരു ക്വസ്റ്റ്യൻ കൂടി തരാം. As a sociological concept, distinguish between family and household. As a sociological 10 മാർക്ക് തന്നെ കോൺസെപ്റ്റ്. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും വരുന്ന ചോദ്യങ്ങളാട്ടോ. ഡിസ്റ്റിങ്ഷൻ ഫാമിലി ആൻഡ് ഹൗസ് ഹോൾഡ് ആസ് എ കുഴപ്പമില്ല, എഴുതാം, കോളം വരയ്ക്കാം. Does the institution of marriage continue to be sacred? Does the institution of marriage continue to be the sacred in Indian society? Sacred in Indian society. Does the institution of marriage continue to be the sacred in Indian society? ഈ ചോദ്യം നോക്കി. ഈ ചോദ്യത്തിൽ എങ്ങനെ എഴുതാൻ പറ്റും? ജസ്റ്റ് പോയിന്റ്സ് മാത്രം ഒന്ന് പറയാമോ? ഇതിനകത്ത് എന്താ പറയുന്നത്? Does the institution of marriage is continue to be sacred in Indian society? ഇന്ത്യൻ സൊസൈറ്റിയിൽ മാരേജ് എന്ന് പറയുന്നത് സേക്രഡ് ആയിട്ട് തന്നെയാണ് എപ്പോഴും പോകുന്നത്, സേക്രഡ് തന്നെയല്ല എന്നുള്ള. അപ്പൊ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ എന്തായിരിക്കും? മാരേജ് എന്താണ് ഡിഫൈൻ? വേണമെങ്കിൽ എന്താ മാരേജ് എന്നുള്ള രീതിയിൽ പറയാം. എന്ത് ചെയ്യാൻ? മാരേജ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ 2 adults അല്ലെ, ബേസ് ഫോർ ദി പർപ്പസ് ഓഫ് എന്താണ് സോഷ്യോ എക്കണോമിക്കൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻസ്. ഇൻ ഇന്ത്യ മാരേജ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് റിലീജിയസ്ലി സാങ്ഷൻഡ് ആണ് അല്ലെ. അതുകൊണ്ട് ഇതെന്താണ്? സാങ്ഷൻഡ് ആൻഡ് കൺസിഡർ ആസ് എ സേക്രഡ്. പക്ഷെ ഹൗവർ എന്ത് ചെയ്തിട്ടുണ്ട്? റീസെന്റ് ടൈംസിൽ ഫാമിലി എന്തായി മാറി? ഫാമിലിയിൽ ഇറ്റ് ചേഞ്ചഡ് ഫ്രം സേക്രഡ്നെസ്. ഫസ്റ്റ് പാർട്ട് 2 പാർട്ടുണ്ട്. ഡസ് എന്നാ വിളിച്ചേക്കുന്നത്. അപ്പൊ എന്താണ്? ഒന്നെങ്കിൽ ഫാമിലി സേക്രഡ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ല എന്ന് പറയാം. അപ്പൊ 2 പാർട്ട് അനലൈസ് ചെയ്തതാണ് നമ്മൾ ഒരു സ്റ്റാൻഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് സേക്രഡ്നെസ് പോയി എന്ന് നമുക്ക് പറഞ്ഞൂടെ? എന്തുകൊണ്ട് പോയി എന്ന് പറയാൻ പറ്റും? ഇറ്റ്സ് ലോസ്റ്റ് ഇറ്റ്സ് സേക്രഡ്നെസ് അല്ലെ. എന്തൊക്കെയാ പോയിന്റ്സ് പറയാൻ പറ്റുക? ഹോമോസെക്ഷൽ മാരേജ് ലൈക്ക് ഒന്നെന്താണ്? ഹോമോസെക്ഷൽ മാരേജസ് വന്നു. ഹോമോസെക്ഷൽ മാരേജസ് എവിടെ അലൗഡ് അല്ല? ഇന്ത്യയിലല്ല. ആസ് പെർ റിലീജിയൻ എന്ത് ചെയ്യുന്നില്ല? റിലീജിയൻ സാങ്ഷൻ ചെയ്യുന്നില്ല ഹോമോസെക്ഷൽ മാരേജസ്. സോ ഇൻക്രീസിംഗ് ഹോമോസെക്ഷൽ. കേട്ടില്ലേ എന്താ പറഞ്ഞ? ലിവിംഗ് ടുഗദർ. പ്രൊമിനൻസ് ഓഫ് ലിവിംഗ് ടുഗദർ എമോങ് യൂത്ത്. ഡിവോഴ്സിന്റെ പ്രശ്നം എന്താണ്? ഡിവോഴ്സിന്റെ കാര്യം ആസ് പെർ റിലീജിയൻ എന്താണ്? ആസ് പെർ ഹിന്ദു റിലീജിയൻ അല്ലെങ്കിൽ ഹിന്ദുയിസം, മാരേജ് ഈസ് happens at heaven അല്ലേ?
It cannot be broken. Cannot be broken. So ഇപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങി? അത് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. So it's against religion principle. പിന്നെ സെക്കൻഡ് മാരേജ് എഴുതാൻ പറ്റുമോ അങ്ങനെ? അതിന് നമ്മൾ എന്താ പറയാ? വിഡോ റീമാരേജ്. So widow remarriages വന്നു, which was prohibited earlier. Widow remarriage. പിന്നെയോ ഇന്റർകാസ്റ്റ് മാരേജ് വന്നില്ലേ? ഇന്റർകാസ്റ്റ് ആൻഡ് ഇന്റർ റിലീജിയസ് മാരേജസ്. അത് നമ്മൾ എന്താ വിളിക്കുക? രജിസ്റ്റർ മാരേജിന്. സേക്രഡ്നെസ് പോയ മാരേജ് അല്ലെ? ജസ്റ്റ് എന്ത് ചെയ്ത് കോൺട്രാക്ട്. അതിന് നമ്മൾ വിളിക്കാം സെക്കുലർ ഇൻക്രീസിങ് സെക്കുലർ മാരേജസ് അല്ലെ? സെക്കുലർ മാരേജസ് വരുന്നു വിത്തൗട്ട് എനി റിച്വൽസ്, റിച്വലിസ്റ്റിക് സാങ്ഷൻ. പിന്നെ നമ്മൾ 6-7 പോയിന്റ് എഴുതിയില്ലേ? ഇനി ഇതല്ലാന്നും പറയണ്ടേ? ഇപ്പോഴും സേക്രഡ്നെസ് ഉണ്ടെന്നും പറയണ്ടേ? സ്റ്റിൽ ദ മാരേജ് ഈസ് കൺസിഡർ ആസ് എ സേക്രഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ. എന്ത് പറയും? സേക്രഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാൻ കാരണം ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? മോസ്റ്റ് ഓഫ് ദ വെഡിങ്സ് ഹാപ്പൻസ് വിത്ത് റിച്വലിസ്റ്റിക് വെഡിങ് തന്നെയാണ്. പിന്നെയോ ഫാമിലി പെർമിഷൻ. ലിവിങ് ടുഗദർ എവിടെ മാത്രമേ ഉള്ളൂ? മോസ്റ്റ്ലി കോൺസെൻട്രേറ്റഡ് ഇൻ അർബൻ സെന്റേഴ്സ്. എവിടെ ഇല്ല? റൂറൽ ഏരിയയിൽ പോസിബിൾ അല്ല. പിന്നെ ഫാമിലി എന്ത് ചെയ്യുന്നു? ഈവൻ ലിവിങ് ടുഗദർ ആസ് പെർ ഗിഡൻസ്, ആന്റണി ഗിഡൻസ് തന്നെ പറഞ്ഞിട്ട് എന്തുണ്ട്? നമുക്ക് ഇങ്ങനെ പല സ്ഥലത്തും കോട്ട് ചെയ്യാം. അപ്പൊ ആന്റണി ഗിഡൻസ് എന്ത് ചെയ്യും? നിങ്ങൾ പല സ്ഥലത്ത് പഠിച്ച സാധനങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക? കൊണ്ടുവരാൻ നോക്കട്ടെ. അപ്പൊ ആന്റണി ഗിഡൻസിനെ സംബന്ധിച്ചോളം ആന്റണി ഗിഡൻസ് എന്താ പറഞ്ഞത്? ആന്റണി ഗിഡൻസ് സേസ് ദാറ്റ് ലിവിങ് ടുഗദർ നമുക്ക് എഴുതാം, ലിവിങ് ടുഗദർ ഓൺലി ആക്ട് ആസ് എ ട്രയൽ റൂം. സോ ആഫ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്? ആഫ്റ്റർ ട്രയൽ റൂം കഴിഞ്ഞ് ട്രയൽ റൂം, ബട്ട് ഫൈനലി they are marrying as per community അല്ലെ? അല്ലെങ്കിൽ ഫാമിലി റൂളിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടറിൽ തന്നെ അവർ മാരി ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ആദ്യ ട്രയൽ റൂം മാത്രമേ വരുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് ഗിഡൻസ് എന്ത് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ റിലീജിയസ് ആൻഡ് മാരേജസ് തന്നെ അല്ലെ? ഇന്റർകാസ്റ്റ് മാരേജസും ഇന്റർ റിലീജിയസ് മാരേജസും കുറവ് തന്നെയാണ്. ലോ സെയിം സെക്സ് മാരേജ് സ്റ്റിൽ എന്ത് ചെയ്തിട്ടില്ല? ഇൻസ്റ്റിറ്റ്യൂഷനലൈസ് ചെയ്തില്ല. സെയിം സെക്സ് ഹിന്ദു പേഴ്സണൽ ആക്ട് പ്രകാരം എന്ത് ചെയ്യുന്നില്ല? സെയിം സെക്സ് മാരേജ് ലീഗലി എന്ത് ചെയ്തിട്ടില്ല? ഇങ്ങനത്തെ ആക്ടുകളൊന്നും പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല. ഹിന്ദു മാരേജ് ആക്ട് നോട്ട് എസ്റ്റാബ്ലിഷിംഗ് സെക്സ് മാരേജ് ആസ് ലീഗൽ മാരേജസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. സോ ബിക്കോസ് ഓഫ് ഓൾ ദീസ് റീസൺസ് എന്ത് ചെയ്യാൻ പറ്റും? മാരേജ് ഇപ്പോഴും സേക്രഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ കൺക്ലൂഷനിൽ 2 പോയിന്റ് നമ്മൾ പറയണ്ടേ? അപ്പൊ നമുക്ക് സ്റ്റാൻഡ് എന്തെടുക്കാൻ പറ്റും? ദോ മാരേജസ് എന്ത് ചെയ്യുന്നുണ്ട്? ദോ മാരേജ് ഇസ് സ്റ്റിൽ സേക്രഡ്, സ്റ്റിൽ സേക്രഡ്. ദി മാരേജ് ആസ് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസ്റ്റിറ്റ്യൂഷൻ goes through various changes അല്ലേ? Various changes by establishing different forms. പക്ഷെ however എന്ത് ചെയ്യുന്നു? ലിവിങ് ടുഗദർ ഇതൊക്കെ ആണെങ്കിലും ഫോംസ് ഡിഫറെന്റ് ആയി. ഡിഫറെന്റ് ഫോംസിനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ലിവിങ് ടുഗദർ, സെയിം സെക്സ് മാരേജ് ഒക്കെ ഡിഫറെന്റ് ഫോംസ് ആണ്. ഡിഫറെന്റ് ഫോം. ദ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ദ ഫംഗ്ഷൻ ഓഫ് മാരേജ് ഈസ് സെയിം അണ്ടർ ബോത്ത് ദ കേസസ്. എല്ലാത്തിലും സൈക്കോളജിക്കൽ, ഇമോഷണൽ, റീപ്രൊഡക്റ്റീവ് ആൻഡ് എന്താ സെക്ഷൽ നീഡ്സിന് തന്നെയാണ് മാരേജ് ചെയ്യുന്നത്. റീപ്രൊഡക്ഷൻ ഇല്ല, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? ഏകദേശം ഇതുണ്ട്, സെക്ഷൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യോ എക്കണോമിക് ഫംഗ്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവര് ചെയ്യുന്നുണ്ട്. സോ ഏകദേശം എന്താണ്? ഡിഫറെന്റ് ആ ഫംഗ്ഷൻസ് ഇതുപോലെ തന്നെ സ്റ്റേബിൾ ആകുന്നുണ്ട്. ഫോംസ് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? ഡിഫറെന്റ് ആവുന്നുള്ളൂ എന്ന രീതിയിൽ പറയാം. ഓക്കെ, ഇത് ശരിക്കും നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ നമ്മൾ എന്ത് ചെയ്താൽ മതി?
നമ്മൾ ഇതുവരെ പഠിച്ച കീവേഡ്സിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. എക്സാക്ട്ലി നമ്മൾ ഇത് ഇങ്ങനെ ടോപ്പിക് ഡിസ്കസ് ചെയ്തില്ല, മാരേജ് സേക്രഡ് ആണോ അല്ലെന്ന്. പക്ഷെ നമുക്കത് എഴുതണമെങ്കിൽ ഇതുവരെ പഠിച്ച പോയിന്റ്സിന്റെ ഒക്കെ ആ ടേംസ് അതുപോലെ തന്നെ കൊണ്ടുവരിക. പക്ഷെ എന്ത് ചെയ്യാം, നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയാണ് ഇത് കാണിച്ചത്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരും. മീൻസ് നമ്മൾ പഠിച്ചതായിരിക്കില്ല എക്സാക്ട്ലി, ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടാവില്ല അങ്ങനെ എക്സാക്ട്ലി, പക്ഷെ ആ പഠിച്ച പോയിന്റ്സ് തന്നെ മതി ഇത് എഴുതാൻ. നമ്മൾ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിനാണ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഇത്ര എഴുതിയിട്ട് വരിക കേട്ടോ. തിങ്കളാഴ്ച എക്സാം ഉണ്ടാവും. എക്സാം തിങ്കളാഴ്ച നമുക്ക് 5 മണിക്ക് ക്ലാസ് ഉണ്ടാവും. ക്ലാസ് ഒഴിവാക്കണ്ടല്ലോ, ക്ലാസ് എടുത്ത് പോകുന്നതല്ല അല്ലേ. അപ്പോൾ 5 മണിക്ക് ഉണ്ടാവും. ഞാൻ തിങ്കളാഴ്ച ഒരു ഉച്ചയാകുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടേക്കാം. അപ്പം നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഇവിടെ വന്നിട്ട് എഴുതേണ്ടവർക്ക് എഴുതാം. അല്ലാത്തവർ എന്ത് ചെയ്യുക, 2-3 ദിവസത്തിനുള്ളിൽ ആ ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കാം കേട്ടോ. എന്നിട്ട് വിൽ ഡിസ്കസ് ദി വ്യാഴാഴ്ച നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ 3 ദിവസം കൊണ്ട് മാക്സിമം എന്ത് ചെയ്യാം, ഇപ്പൊ തിങ്കളാഴ്ച സമയം കിട്ടാത്തൊരു ചൊവ്വാഴ്ച, അങ്ങനെ 3 ദിവസം കൊണ്ട് മാക്സിമം എഴുതി തീർക്കാം. ഓക്കെ, താങ്ക് യു. തിങ്കളാഴ്ച എക്സൈൻ്റെ ക്ലാസ് ഉണ്ട് അല്ലേ? ഓക്കെ. തിങ്കളാഴ്ച എഴുതണ്ട, ക്വസ്റ്റ്യൻ ഇട്ടേക്കാം. ചൊവ്വാഴ്ചയോ അങ്ങനെയൊക്കെ എഴുതിയാൽ മതി. എഴുതാൻ പറ്റുന്നവർ, രസം ഇല്ലാത്തവര് മറ്റടുത്ത് എഴുതിക്കോ. ഓൺലൈൻ